അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോ കൈധനമായി സൂക്ഷിച്ചിരുന്നതേ ഒരിക്കലും ചെലവാവാത്ത ആർക്കും വേണ്ടാത്ത കുറെ ദുരഭിമാനങ്ങൾ മാത്രമാ. പിന്നെ ഞാൻ എന്ന ഭാവവും. അതൊക്കെ എന്ന് ഭാമയുടെ മാറ്റുന്നോ അന്നേ ഭാമ രക്ഷപ്പെടത്തുള്ളൂ. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ് അതിനെ എതിര് പറയാന്നുള്ളത് രാഘവേട്ടനെ ഒരു ജീവിതവ്രതമാക്കി എടുത്തിരിക്കുക. ശരി, ഞാനെതിര് പറയുന്നില്ല. വരുമാന മാർഗത്തിനായി ബിസിനസ്സുകൾ ചെയ്യാമെന്ന് പറയുന്നു. അതിന് പണം വേണ്ടേ? അതിനുള്ള വഴി എന്തുവാ? അതിനുള്ള മറുപടി താ നീ എനിക്ക്. അതെ, ഈ വീട് സുബൈർക്കാൻ്റെതല്ലേ? ഒരൊറ്റ ലോറി ഓടിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന സുബൈർക്ക ഈ കാണുന്ന സമ്പാദ്യം എല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് തുടങ്ങിയാലും അത് രക്ഷപ്പെടാതെ ഇരിക്കില്ല സാറേ. പിള്ള ഇപ്പോഴും എന്ത് തുടങ്ങണമെന്നോ അതിനുള്ള വരുമാന മാർഗം എന്താണെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. നമുക്ക് ബ്ലോക്ക് വഴി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ലോണ് നമുക്ക് പാസ്സാക്കി എടുക്കാം. അതാവുമ്പോ തീരെ ചെറിയ മുതൽ മുടക്കിൽ അതിന്റെ ഒരു യൂണിറ്റ് ഈ വീട്ടിൽ തന്നെ തുടങ്ങാനും പറ്റും. ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുമ്പോ പലഹാരങ്ങൾ എന്തുവാകാം. അച്ചപ്പോ കുഴലപ്പോ അതല്ലെങ്കിൽ മുറുക്കോ മിച്ചറോ അങ്ങനെ എന്തും. ആദ്യം കുറച്ച് സാധനങ്ങൾ ഒന്നിച്ചെടുത്തിട്ട് ചെറിയ പാക്കറ്റിലാക്കി വിറ്റു തുടങ്ങിയാൽ മതി. അതിന്റെ വരവ് ചെലവ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നീട് അത് വിപുലീകരിച്ചാ മതി. ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. ശാലിനിയുടെ അമ്മേ കടയിൽ ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതിനെ അവരെ ആക്ഷേപിച്ച് ഭാമ വിളിച്ചിരുന്നൊക്കെ ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടേ. വെപ്പുകാരി, അടുക്കള റാണി, അങ്ങനെ എന്തെല്ലാം പേരുകളാ പറഞ്ഞേക്കുന്നത്. എന്നിട്ടിപ്പോ അതേ പണി ഭാമ എടുക്കാനോ? ശാലിയുടെ അമ്മ ശാരദാമ്മയ്ക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുണ്ടേ പാചകത്തില്. അതിലവർക്ക് നല്ല കൈപ്പുണ്യവും ഉണ്ട്. അവരത് തെളിയിച്ചിട്ടുള്ളതുവാ. അല്ല, ഭാമയ്ക്ക് എന്ത് പാരമ്പര്യം ഇരിക്കുന്നത് ഈ പാചകത്തിലെ? രാഘവേട്ട, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആരും അങ്ങനെ ജനിച്ചു വീഴുമ്പോ തന്നെ എല്ലാം പഠിച്ചു പാസ്സായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. ചെയ്തല്ലേ എല്ലാം പഠിക്കുക. പിള്ളേ, നമുക്ക് ഈ കാര്യം ആലോചിക്കാം. അതിനാരെയാണ് കാണണ്ടേന്ന് വെച്ചാ പോയി കാണുകയും ചെയ്യാം. ജോലിയല്ല ചെയ്യുന്നത്. അതൊരു കുറവായിട്ടോ കുഴപ്പമായിട്ടോ കാണാതിരുന്നാ മതി. അങ്ങനെയാണെങ്കിൽ സത്യാമ്മയ്ക്കത് താല്പര്യമാണെങ്കിൽ നമുക്കൊരു അപേക്ഷ എഴുതി ബ്ലോക്കിൽ വെക്കാം. ലോൺ കിട്ടിയാൽ അത്രയായല്ലോ. എടോ പിള്ളേ, താൻ ഇതിന്റെ പിന്നാലെ തൂങ്ങി നടക്കണ്ട. ഇതിട്ട് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഈ വിപ്പനാന്നൊക്കെ പറയുന്നതേ വീട് വീടാന്തരം കേറി ഇറങ്ങി നടക്കണം. അതൊക്കെ ഈ ഭാമയെ കൊണ്ട് നടക്കുവോ? രാഘവേട്ടാ, ഓ, ഞാനൊന്നും പറയുന്നില്ല. എന്താ അച്ഛൻ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്യും. ഓ, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. മുറുക്കോ കുഴലപ്പോ അച്ചപ്പോ ഇനിയിപ്പോ ഹോട്ടലിൽ തുടങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ തുടങ്ങും. അതിന് നന്നായാൽ മതിയായിരുന്നു. പിള്ളേ, നമുക്ക് തുടങ്ങാം. ഇത് രാഘവേട്ടൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഞാനേ പാഠങ്ങൾ പഠിക്കുന്ന ഒരാളാ. പഠിച്ചു തന്നെ മുന്നേറാനോ ആഗ്രഹിക്കുന്ന ഒരാളാ. നമുക്കിത് ചെയ്യാം.